WWE സൂപ്പർ താരത്തിനെ തന്നെ WWE മെയിൻ അധികാരികളായിട്ടുള്ള വിൻസ് മക്മാൻ ചതിച്ചിട്ടുണ്ടായിരുന്ന ഒരു കഥയുണ്ടായിരുന്നു. ഇതൊരിക്കലും സ്റ്റോറി ലൈൻ്റെ ഭാഗമല്ല, സ്റ്റോറി ലൈൻ അല്ലാതെ റിയൽ ലൈഫിൽ കാണികളുടെ മുൻപിൽ വെച്ച് വിൻസ് ചതിച്ച കഥ. അതായിരുന്നു മോൺട്രിയൽ സ്ക്രൂ ജോബ്. നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും എന്താണ് മോൺട്രിയൽ സ്ക്രൂ ജോബ് എന്ന്. ആ മോൺട്രിയൽ സ്ക്രൂ ജോബിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. ബ്രാറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള WWE ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു റെസ്ലറെ WWE ഒഴിവാക്കിയ മൂഞ്ചിച്ച ദിവസം. വെൽക്കം ടു സാറ്റർഡേ നൈറ്റ് സ്റ്റോറി. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മോൺട്രിയൽ സ്ക്രൂ ജോബിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതിനു മുൻപേയുള്ള WWF കാലഘട്ടത്തിനെ കുറിച്ച് പറയണം. WWFിൽ ഹൾക്ക് ഹോഗനും റാൻഡി സാവേജും എല്ലാം തന്നെ വാണിരുന്ന കാലം. ഹൾക്ക് ഹോഗന് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരമായിട്ട് തന്നെയായിരുന്നു ഷോൺ മൈക്കിൾസും ബ്രാറ്റ് ഹാർട്ടും എല്ലാം തന്നെ WWEയിലെ ഏറ്റവും സൂപ്പർ താരങ്ങളായി മാറിയിട്ടുണ്ടായിരുന്നത്. അവർ രണ്ടുപേരും ആദ്യം ടാഗ് ടീമുകളായിട്ടായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് സിംഗിൾ ചാമ്പ്യന്മാരായിട്ട് കമ്പനിയെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാനും ബ്രാറ്റ് ഹാർട്ടും ഷോൺ മൈക്കിൾസും മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. 1992 സർവൈവർ സീരീസിലൂടെയായിരുന്നു ഇവരുടെ ഫ്യൂഡ് ശരിക്കും തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ സർവൈവർ സീരീസിൽ WWF ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ബ്രാറ്റ് ഹാർട്ട് വേഴ്സസ് ഷോൺ മൈക്കിൾസ് തമ്മിലുള്ള ഒരു മാച്ച് നടക്കുകയും അതിൽ ബ്രാറ്റ് ഹാർട്ട് വിജയിക്കുകയും ചെയ്തു. അങ്ങനെ അവർ വർഷങ്ങൾ നീണ്ട ഫ്യൂഡുകൾ ചെയ്തു. അവർ തന്നെ കമ്പനിയെ അടക്കി വാഴുകയായിരുന്നു. 1996 ഷോൺ മൈക്കിൾസ് റെസൽമേനിയ 12 ബ്രാറ്റ് ഹാർട്ടിനെതിരെ WWF ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മാച്ച് കളിക്കുകയുണ്ടായി. അതൊരു അയൺമാൻ മാച്ച് ആയിരുന്നു. ഒരു രക്ഷയുമില്ലാത്ത ഫേമസ് ആയിട്ടുള്ള കിഡിലൻ മാച്ച് തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ വിജയിച്ചുകൊണ്ട് ഷോൺ മൈക്കിൾസ് WWF ചാമ്പ്യനായി മാറുകയുണ്ടായി. അതുപോലെ ബ്രാറ്റ് ഹാർട്ടും വിൻസും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ വിൻസ് മക്മാൻ അദ്ദേഹത്തിന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും ഈ ഒരു കമ്പനി വാങ്ങിയപ്പോൾ അതിൽ ഏറ്റവും വലിയ തുറുപ്പുചീട്ടായിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ബ്രാറ്റ് ഹാർട്ട് എന്ന് പറയുന്നത്. ബ്രാറ്റ് ഹാർട്ട് അദ്ദേഹത്തിന്റെ അച്ഛന്റെ സ്ഥാനത്ത് തന്നെയാണ് വിൻസിനെ കാണുന്നത് എന്നെല്ലാം തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ബ്രാറ്റ് ഹാർട്ടും ഷോൺ മൈക്കിൾസും WWF അടക്കി വാണിരുന്ന സമയത്ത് തന്നെയായിരുന്നു WCW ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു പുതിയ കമ്പനി വരികയും WCW വേഴ്സസ് WWF തമ്മിലുള്ള ഒരു വൻ ഫ്യൂഡ് അവിടെ ക്രിയേറ്റ് ആവുകയും ചെയ്തു. WWFിലെ ഏറ്റവും ഹോട്ട് സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ ബ്രാറ്റ് ഹാർട്ടിന് WCW ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് $9 മില്യൺ ഡീല് തന്നെയായിരുന്നു. 3 വർഷക്കാലത്തേക്ക് $9 മില്യൺ തരാമെന്നുള്ളതായിരുന്നു ബ്രാറ്റ് ഹാർട്ടിനോട് പറഞ്ഞത്. ഈ ഒരു പ്രൊപ്പോസൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വിൻസ് മക്മാൻ ബ്രാറ്റ് ഹാർട്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് 20 വർഷക്കാലത്തെ WWFിന്റെ കോൺട്രാക്റ്റ് ആയിരുന്നു. 20 വർഷക്കാലം നീ എങ്ങോട്ടും പോകണ്ട, WWFിൽ തന്നെ നിന്നാൽ മതി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം ബ്രാറ്റ് ഹാർട്ടിനെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് വിൻസ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഈ കഥ നടക്കുന്നത് ആറ്റിറ്റ്യൂഡ് എല്ലാം തന്നെ വരുന്നതിന് മുൻപേ ആണെന്നുള്ളത് ഓർക്കണം. അങ്ങനെ 20 വർഷത്തെ കോൺട്രാക്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ബ്രാറ്റ് ഹാർട്ട് പറഞ്ഞു. പക്ഷെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഭയങ്കര ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ വിൻസ് മക്മാനും WWFിനും വന്നപ്പോൾ അവർ തന്നെ ബ്രാറ്റ് ഹാർട്ടിനോട് പറഞ്ഞു, 20 വർഷത്തെ കോൺട്രാക്റ്റ് ഒന്നും നമുക്ക് തരാൻ കഴിയില്ല, അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ WCWയിലേക്കെല്ലാം തന്നെ പൊയ്ക്കോ എന്നുള്ള രീതിയിലുമായിരുന്നു വിൻസും WWFും ബ്രാറ്റ് ഹാർട്ടിനോട് പറഞ്ഞത്. താൻ വിശ്വസിച്ച് വന്നിട്ടുണ്ടായിരുന്ന കമ്പനി തന്നെ ചതിച്ച രീതിയിലുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അവിടെ ശരിക്കും ബ്രാറ്റ് ഹാർട്ട് നേരിട്ടത്. ഈ 20 വർഷത്തെ കോൺട്രാക്ട് കൊടുക്കാൻ കഴിയില്ല എന്ന് വിൻസ് പറഞ്ഞപ്പോൾ ബ്രാറ്റ് ഹാർട്ട് ആയിരുന്നു WWF ചാമ്പ്യൻ ആയിട്ടുണ്ടായിരുന്നത്. അതിലൊരു പ്രശ്നം വിൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പേ WCWയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള റിക് ഫ്ലെയർ WCWന്റെ വേൾഡ് ടൈറ്റിൽ WWFിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ WWFിന്റെ വുമൺസ് ടൈറ്റിൽ മെഡൂസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വുമൺസ് റെസ്ലർ WCW എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിലേക്ക് കൊണ്ടുപോയി അവിടെ വേസ്റ്റിൽ കൊണ്ടുപോയി ഇടുന്നതെല്ലാം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം ഇവിടെയും നടക്കുമോ, WWF ചാമ്പ്യൻഷിപ്പ് WCWയിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ള പേടിയിലായിരുന്നു വിൻസ് നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ബ്രാറ്റ് ഹാർട്ടിന്റെ കയ്യിൽ നിന്നും WWF ചാമ്പ്യൻഷിപ്പ് ഒഴിവാക്കണമെന്ന് തന്നെ വിൻസ് തീരുമാനിച്ചു. അങ്ങനെ ബ്രാറ്റ് ഹാർട്ടിനോട് ഈ ഒരു കാര്യം പറഞ്ഞു, എത്രയും പെട്ടെന്ന് WWF ചാമ്പ്യൻഷിപ്പ് നീ തോൽക്കണമെന്ന്. ബ്രാറ്റ് ഹാർട്ട് അതിന് സമ്മതിച്ചു. അതിന് 2 നിബന്ധനകളും ബ്രാറ്റ് ഹാർട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഷോൺ മൈക്കിൾസിനെതിരെ താൻ തോൽക്കില്ല, അതുപോലെ കാനഡയിൽ വെച്ചിട്ടും താൻ തോൽക്കില്ല. കാരണം കാനഡ ബ്രാറ്റ് ഹാർട്ടിന്റെ ഹോം കൺട്രിയാണ്. തന്റെ നാട്ടിൽ വെച്ച് താൻ തോൽക്കുന്നത് ബാക്കിയുള്ള ആർക്കും സഹിക്കില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യരുത് എന്നുള്ളതും ബ്രാറ്റ് ഹാർട്ട് പറഞ്ഞു. വിൻസ് മക്മാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ സമ്മതിച്ചു. അങ്ങനെ 1997 സർവൈവർ സീരീസ് നടക്കുന്നത് കാനഡയിൽ വെച്ചിട്ടാണ്. ബ്രാറ്റ് ഹാർട്ട് വേഴ്സസ് ഷോൺ മൈക്കിൾസ് തമ്മിലുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു WWF ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിൽ വിൻസ് ബ്രാറ്റ് ഹാർട്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ആയിരിക്കും മാച്ചിൽ നടക്കുക, എന്നിട്ട് ബ്രാറ്റ് ഹാർട്ട് തന്നെ ചാമ്പ്യൻഷിപ്പ് റീറ്റെയിൻ ചെയ്യുമെന്ന് തന്നെയായിരുന്നു. പക്ഷേ ബ്രാറ്റ് ഹാർട്ട് അറിയാതെ വിൻസും ഷോൺ മൈക്കിൾസും ബാക്കി കുറച്ച് പേരും കൂടി ചേർന്നുകൊണ്ട് ബ്രാറ്റ് ഹാർട്ടിനെ അവിടെ ചതിക്കാൻ വേണ്ടിയായിരുന്നു അവരുടെ പ്ലാനുകൾ മുഴുവൻ. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം ഷോൺ മൈക്കിൾസ് ബ്രാറ്റ് ഹാർട്ടിനെ
ഹാർട്ടിന്റെ ഷാർപ്പ് ഷൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഫിനിഷിംഗ് മൂവ് ബ്രാറ്റ് ഹാർട്ടിനെ തന്നെ ചെയ്തു. അപ്പോൾ ഉണ്ടായിരുന്ന റഫറിയും വിൻസ് പറഞ്ഞത് കേട്ട് ബ്രാറ്റ് ഹാർട്ട് തോറ്റു കൊടുക്കുന്നതിന് മുൻപേ തന്നെ അവൻ സബ്മിറ്റ് ചെയ്തു, അവൻ സബ്മിഷനിലൂടെ തോറ്റു തന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ബെല്ലടിക്കുകയുണ്ടായി. അതായത് ഷോൺ മൈക്കിൾസ് വിജയിച്ചു എന്നുള്ളത് അനൗൺസ് ചെയ്തു. പക്ഷേ ബ്രാറ്റ് ഹാർട്ട് തോറ്റു കൊടുത്തിട്ടില്ല എന്നുള്ളത് ഫാൻസ് മുഴുവൻ കണ്ടത് തന്നെയാണ്. ബ്രാറ്റ് ഹാർട്ടിനും എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലായില്ല. അദ്ദേഹം അരിശം പൂണ്ടു നിൽക്കുകയാണ്. തൻ്റെ നാട്ടിൽ വെച്ച് ഷോൺ മൈക്കിൾസിന്റെ കൂടെയായിരുന്നു താൻ തോറ്റിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആലോചിച്ച് ബ്രാറ്റ് ഹാർട്ട് അരിശം പൂണ്ട് വിൻസ് മക്മാന്റെ മുഖത്തേക്ക് തുപ്പുന്ന ബ്രാറ്റ് ഹാർട്ടിനെ നമ്മൾ കണ്ടു. ഇത് മാത്രമായിരുന്നില്ല, അവിടെ നിന്നും പോകുന്ന വഴിക്ക് ക്യാമറയിൽ മുഴുവൻ നോക്കി WCW എന്നുള്ളത് ചാൻഡ് ചെയ്തുകൊണ്ടായിരുന്നു ബ്രാറ്റ് ഹാർട്ട് പോയത്. പിന്നീട് ഈ കാര്യങ്ങൾക്കെല്ലാം തന്നെ ശേഷം വിൻസും ബ്രാറ്റ് ഹാർട്ടും കൂടി ബാക്ക് സ്റ്റേജിൽ വെച്ച് കണ്ടുമുട്ടുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഇനി ഈ കമ്പനിയിൽ നിൽക്കുന്നില്ല. അപ്പോൾ വിൻസ് അത് സമ്മതിച്ചില്ല. അങ്ങനെ ബ്രാറ്റ് ഹാർട്ടിന് വീണ്ടും ദേഷ്യം കൂടി വിൻസിന്റെ മോന്തക്കിട്ട് ഒരു ഇടി കൂടി കൊടുത്തിട്ടായിരുന്നു, അതും റിയൽ ആയിട്ടൊരു ഇടി കൊടുത്തിട്ടായിരുന്നു ബ്രാറ്റ് ഹാർട്ട് അവിടെ നിന്നും പോയത്. ഈ ഒരു കാര്യം ബ്രാറ്റ് ഹാർട്ടിന് മാത്രമായിരുന്നില്ല, അന്നത്തെ ലോക്കർ റൂമിൽ ഉണ്ടായിരുന്ന അണ്ടർടേക്കർ, മിക് ഫോളി, അങ്ങനെയുള്ള ഒരുപാട് പേർക്കും ഈ കാര്യങ്ങളൊന്നും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ബ്രാറ്റ് ഹാർട്ടിനെ ഇങ്ങനെ തോൽപ്പിച്ചതിന്റെ പേരിൽ മിക് ഫോളി എല്ലാം WWFന്റെ ഒരുപാട് ഷോകൾ ബോയ്ക്കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോകളിൽ പങ്കെടുക്കില്ല എന്നെല്ലാം തന്നെ പറഞ്ഞിരുന്നു. ഹാർട്ടിന്റെ കൂടെ ജിം നെയ്താർട്ട്, ഡേവ് ബോയ് സ്മിത്ത്, റിക് റൂഡ് എന്നിവരെല്ലാവരും കൂടി WCWയിലേക്ക് ചേക്കേറുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം വിൻസ് ചെയ്തത് എന്നുള്ളത് വിൻസിനോട് തന്നെ ജനങ്ങൾ ചോദിച്ചപ്പോൾ വിൻസ് പറഞ്ഞത് ഒരൊറ്റ കാര്യമായിരുന്നു, അവനത് തോറ്റു കൊടുത്താൽ മതിയായിരുന്നു. തോറ്റു കൊടുക്കില്ല എന്നുള്ളത് അവൻ വാശി പിടിച്ചപ്പോൾ എനിക്ക് അവനെ തോൽപ്പിക്കേണ്ടി വന്നു. ബ്രാറ്റ് ഹാർട്ട് കാരണം അദ്ദേഹം തന്നെ സ്ക്രൂ ചെയ്യപ്പെട്ടു എന്നുള്ളതായിരുന്നു വിൻസിന്റെ മറുപടി. WWFിലെ ഏറ്റവും വലിയ താരമായിട്ടുണ്ടായിരുന്ന ബ്രാറ്റ് ഹാർട്ട് WCWയിൽ ഡിസംബർ 1997 പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും WCWന്റെ ക്രിയേറ്റീവ് ടീമിന് നല്ലൊരു സ്റ്റോറി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ 2 വർഷം എങ്ങനെയൊക്കെയോ തള്ളി നീക്കി 1999 ഗോൾബർഗിനെതിരെ ഒരു മാച്ച് കളിച്ചതിലൂടെ ബ്രാറ്റ് ഹാർട്ടിന് ഇഞ്ചുറി ആവുകയും അദ്ദേഹം 2000 റെസ്ലിംഗ് റിംഗിൽ നിന്നും റിട്ടയർ ചെയ്യുകയും ചെയ്തു. താൻ WWF വിട്ടുപോയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ തൻ്റെ ബ്രദറായിട്ടുള്ള ഓവൻ ഹാർട്ട് 1999 റിംഗിൽ വീണ് മരണപ്പെടില്ലായിരുന്നു എന്നുള്ളതും ബ്രാറ്റ് ഹാർട്ട് ഒരിക്കൽ പറയുകയുണ്ടായി. എന്തായിരുന്നു ഓവൻ ഹാർട്ടിന് സംഭവിച്ചത്? എങ്ങനെയാണ് ഓവൻ ഹാർട്ട് റിംഗിൽ വീണ് മരിച്ചത്? ഇതിന്റെ കഥ നമുക്ക് നോക്കാം വരും ആഴ്ചകളിൽ. മോൺട്രിയൽ സ്ക്രൂ ജോബിന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള കഥകൾ വേണമെന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച മറ്റേതെങ്കിലും കിഡിലൻ താരത്തിന്റെ കഥയുമായിട്ട് സാറ്റർഡേ നൈറ്റ് സ്റ്റോറിയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ ഗൈസ്.